ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നുള്ളതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളോട് കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് പേര് അതിനെപ്പറ്റി ഡൗട്ടൊക്കെ ചോദിക്കാറുണ്ട്, എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുക, അതുപോലെ എത്രയാണ് അതിൻ്റെ റേറ്റ് എന്നൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് പേര് ഹായ് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സ്പെഷ്യലായിട്ട് തന്നെ ഒരു ഹായ് ഉണ്ട്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു മെഷറിംഗ് കപ്പും സ്പൂണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ അറിയണ്ടാവും. കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊരെണ്ണം വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ കപ്പ് നമുക്കിതുപോലെ 5 കപ്പ് കിട്ടും. 1 കപ്പ്, ഹാഫ്, അതുപോലെ 1/3 അങ്ങനെയുള്ള രീതിയിൽ. അതുപോലെ തന്നെ നമുക്ക് സ്പൂണും കിട്ടും കേട്ടോ. 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ, ഹാഫ് ടീസ്പൂൺ എന്നങ്ങനെയുള്ള രീതിയിൽ. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് എടുക്കാം. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ്സിലും അതുപോലെ വീട്ടിലുള്ള നമ്മുടെ സ്പൂണിലൊക്കെ അളന്നെടുത്തിട്ടും ചെയ്യാം കേട്ടോ. ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല, കാരണം ഞാൻ ഗ്ലാസ് വെച്ചിട്ട് ചെയ്യുന്ന ഒരുപാട് കേക്ക്സൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഗ്ലാസും ഈ ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ, കുഴപ്പമില്ല. എങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുവാണെങ്കിൽ ഈ ഒരു കപ്പും സ്പൂണും കൂടെ വാങ്ങാം. ഇത് രണ്ടും കൂടെ 100 രൂപയ്ക്കൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ ഞാൻ ഉപയോഗിക്കാറുള്ളതാണ് ഈ ഒരു ബ്രഷ്. ഇതും വന്നിട്ട് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. നമുക്ക് കേക്ക് ടിന്നിലൊക്കെ ഓയിലൊക്കെ തേച്ച് കൊടുക്കാം. അതുപോലെ ഈ ഒരു സ്പാച്ചില എന്ന് പറയുന്നത് നമുക്കൊരു 30 രൂപ 40 രൂപയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് നമുക്ക് കേക്കിൻ്റെ ബാറ്ററൊക്കെ ഫോൾഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഇതില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യം കേക്ക് ഉണ്ടാക്കാൻ വേണ്ട ഒരു ഐറ്റമാണ് കൊക്കോ പൗഡർ എന്ന് പറയുന്നത്. നമുക്ക് ചോക്ലേറ്റ് കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കൊക്കോ പൗഡർ അത്യാവശ്യമാണ്. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ടായിരുന്നു, ചേച്ചി ഇത് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ മിക്കവാറും യൂസ് ചെയ്യാറുള്ളത് വിക്ക്ഫീൽഡിൻ്റെ കൊക്കോ പൗഡറാണ് കേട്ടോ. ഇത് 50 ഗ്രാമിന് വന്നിട്ട് 60 രൂപയാണ്. ഇത് അത്യാവശ്യം നല്ല കൊക്കോ പൗഡറാണ്, ഡാർക്ക് കൊക്കോ പൗഡറാണ്. പിന്നെ നമുക്ക് ഫ്രൂട്ടോമാൻസിൻ്റെ ഒക്കെ ഇതുപോലെ കൊക്കോ പൗഡറൊക്കെ വാങ്ങാൻ കിട്ടും. അതുപോലെ ബേക്കേഴ്സിൻ്റെ ഒക്കെ കിട്ടും കേട്ടോ. ഇത് 50 രൂപയേ ഉള്ളൂ. റേറ്റ് കുറച്ച് കുറവാണ്. പിന്നെ അത്രയും ഡാർക്കല്ല കേട്ടോ. വിക്ക്ഫീൽഡിൻ്റെ കുറച്ചും കൂടെ നല്ല ബ്രാൻഡാണ് കൊക്കോ പൗഡർ. അപ്പോൾ കൊക്കോ പൗഡർ നിങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത്യാവശ്യം വാങ്ങിച്ച് വെക്കുക. എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അതുപോലെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും അത്യാവശ്യമാണ് ഇലക്ട്രിക് ബീറ്റർ. അപ്പോൾ എൻ്റെ അടുത്ത് ഇലക്ട്രിക് ബീറ്റർ ഇല്ല കേട്ടോ. ഞാനതിന് പകരമായിട്ട് ഇതുപോലെ വിസ്ക്കാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇലക്ട്രിക് ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് എന്തായാലും വാങ്ങിച്ച് വെക്കുക കേട്ടോ. ഇത് വലിയ വിലയൊന്നുമില്ല. ഈ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് മുട്ടയൊക്കെ ബീറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡറും അതുപോലെ ബേക്കിംഗ് സോഡയും വേണം. അതുപോലെ ഞാനിപ്പോൾ ബേക്കേഴ്സിൻ്റെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് വലിയ വിലയൊന്നുമില്ല കേട്ടോ. ബേക്കിംഗ് പൗഡറിനൊക്കെ 30 രൂപ 26 രൂപ അത്തരം റേറ്റൊക്കെ ഉള്ളൂ. അതുപോലെ ബേക്കിംഗ് സോഡയ്ക്കും വലിയ വിലയൊന്നുമില്ല. അപ്പോൾ അത് നമുക്കിതുപോലെ പാക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടുന്നതാണ്. ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് വാനില എസൻസ് എന്ന് പറയുന്നത്. അതും അത്യാവശ്യം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യമാണ്. ഞാനിവിടെ ബേക്കേഴ്സിൻ്റെ വാനില എസൻസാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് 30 രൂപയേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാനൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർ ഈ ഒരു വാനില എസൻസും അതുപോലെ തന്നെ വാങ്ങിച്ച് വെക്കാനായിട്ട് നോക്കുക. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ സ്പ്രിങ്കിൾസിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതാണ് അതിൽ ഫുഡ് കളർ ഏതാണ് ഉപയോഗിച്ചിട്ടുള്ളത്, എവിടെയാണ് കിട്ടുക എന്നൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ബേക്കേഴ്സിൻ്റെ ഫുഡ് കളറാണ് കേട്ടോ. ഞാൻ 3 ഫുഡ് കളർ യൂസ് ചെയ്തിട്ടുള്ളത് ബേക്കേഴ്സിൻ്റെ ആണ്. ഇത് 21 രൂപയേ ഉള്ളൂ. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പിന്നെ ഞാൻ എൻ്റെ അടുത്തുള്ളത് 2 കേക്ക് ടിന്നാണ്. അതായത് പോലെ ഒരു സ്ക്വയർ കേക്ക് ടിൻ ഉണ്ട്, അതുപോലെ റൗണ്ട് ഷേപ്പിലൊരു കേക്ക് ടിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് ടിൻ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധാരണ സ്റ്റീലിൻ്റെ പാത്രം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാത്രം, നമ്മുടെ സോസ് പാൻ, അതുപോലെ തന്നെ ഫ്രൈ പാനിലൊക്കെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ കേക്ക് ടിൻ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഒരുപാട് കേക്ക് കൂടുതലും ചെയ്തിട്ടുള്ളത് നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെയാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ വൈറ്റ് കമ്പൗണ്ടും കൂടെ വാങ്ങിച്ച് വെക്കുക. കാരണം ഇതുപോലത്തെ വാങ്ങുന്ന കുറച്ച് ലാഭമാണ് കേട്ടോ നമുക്ക്. ഇതിപ്പോൾ വാനിലറിൻ്റെ ഡാർക്ക് കമ്പൗണ്ടാണ്. ഇത് 500 ഗ്രാമിന് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും, അതുപോലെ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ലാഭമാണ്. ഡയറി മിൽക്കൊക്കെ വാങ്ങുന്നതിനേക്കാളും ഈ ഒരു ഡാർക്ക് കമ്പൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കേക്കിൻ്റെ ഗനാഷൊക്കെ ഉണ്ടാക്കാനും അതുപോലെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ ലാഭമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത്യാവശ്യം വാങ്ങേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു വിസ്ക്, അതുപോലെ തന്നെ മെഷറിംഗ് കപ്പ്, പിന്നെ കൊക്കോ പൗഡർ, വാനില എസൻസ്, അതുപോലെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും. ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം വാങ്ങിച്ച് വെക്കുക. മെയിനായിട്ട് ഈ ഒരു വിസ്ക് ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അത് ടേൺ ടേബിളാണ്. അതുപോലെ തന്നെ കേക്കൊക്കെ ഐസിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രാപ്പർ, പിന്നെ പല രീതിയിലുള്ള നോസിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കേക്കിൻ്റെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിൽ വെച്ചിട്ടും അതുപോലെ ക്യാൻ വെച്ചിട്ടും പിന്നെ ഫയൽ വെച്ചിട്ടൊക്കെ.
പിന്നെ അതുപോലെ തന്നെ പൈപ്പിംഗ് ബാഗും നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടെടുക്കാം. അതുപോലെ കഴിഞ്ഞ ദിവസം സ്പ്രിങ്കിൾസിൻ്റെ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഡൗട്ടൊക്കെ ചോദിക്കാറുള്ളതുകൊണ്ടാണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഡൗട്ടൊക്കെ മാറി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്